ജാൻ എസ് മീഡിയയുടെ വചനജ്യോതിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ ശിമയോനെയാണ്. ബൈബിളിൽ പ്രതിപാദിക്കുന്ന അനേകം ശിമയോന്മാർ ഉണ്ട്. പത്രോസ് ശ്ലീഹ ശിമയോൻ ആയിരുന്നു. ശ്ലീഹന്മാരിൽ മറ്റൊരു ശിമയോനും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ പീഡാസഹനത്തിൽ കുരിശു വഹിച്ചത് മറ്റൊരു ശിമയോൻ ആയിരുന്നു. യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ ഇത് ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞ മറ്റൊരു ശിമയോനും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്ന വിശുദ്ധൻ യേശുവിൻ്റെ ബന്ധു കൂടിയായ ഒരു ശിമയോൻ ആണ്. ഈ ശിമയോൻ യേശുവിൻ്റെ വളർത്തുപിതാവായ യൗസേപ്പിതാവിൻ്റെ സഹോദരനായ ക്ലയോഫോസിൻ്റെ പുത്രനാണ്. അതുപോലെ മറിയത്തിൻ്റെ സഹോദരിയായി അറിയപ്പെട്ടിരുന്ന, അതായത് യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്ന മറിയത്തിൻ്റെ മകൻ. അതുപോലെ ജെറൂസലേമിലെ ബിഷപ്പായിരുന്ന ചെറിയ യാക്കോബ് 62 വധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ചുമതലയേറ്റ ശിമയോനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും രക്തസാക്ഷിത്വത്തിന് ശേഷം റോമാക്കാർ ജെറൂസലേം ആക്രമിക്കുമെന്ന് ദൈവത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായി. അതനുസരിച്ച് ബിഷപ്പായിരുന്ന ശിമയോൻ തൻ്റെ ജനങ്ങളെ ജോർദാൻ കടത്തി പെല്ല എന്ന നഗരത്തിൽ താമസിപ്പിച്ചു. അതിനുശേഷമാണ് ജെറൂസലേം വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ആക്രമിക്കപ്പെട്ടത്. ഇതിനുശേഷം ബിഷപ്പ് ശിമയോൻ്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ ക്രിസ്ത്യാനികളും ജെറൂസലേമിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ വീണ്ടും അഡ്രിയൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിലും ജെറൂസലേം ആക്രമിക്കപ്പെട്ടു. ഈ ആക്രമണ സമയത്ത് അനേകം യഹൂദർ ക്രിസ്തുമതം സ്വീകരിച്ചു. എങ്കിലും അന്ന് ഉയർന്നു വന്ന 2 പാഷണ്ഡതകൾ ശിമയോനെ വേദനിപ്പിച്ചു. ക്രിസ്തു മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും സ്വാഭാവിക പുത്രനാണെന്ന് നസ്രീൻകാർ വിശ്വസിച്ചു. ഇതിനു പുറമെ എബിയോൺ എന്നൊരു പാഷണ്ഡി വിവാഹമോചനം അനുവദനീയമാണെന്ന് വാദിച്ചു. അതിനോടൊപ്പം ഒത്തിരി അന്ധവിശ്വാസങ്ങളും നിലവിൽ വന്നു. അങ്ങനെ എബിണൈറ്റ് പാഷണ്ഡത ആവിർഭവിച്ചു. ശിമയോൻ്റെ കാലത്ത് ഈ പാഷണ്ഡത ശക്തിപ്പെട്ടില്ലെങ്കിലും പിന്നീട് ഇവർ സഭയെ എതിർത്തു. വെസ്പേഷ്യൻ ചക്രവർത്തിയും ഡൊമീഷ്യൻ ചക്രവർത്തിയും ദാവീദിൻ്റെ വംശം മുഴുവനെയും കൊന്നൊടുക്കണമെന്ന് ആജ്ഞാപിച്ചിരുന്നു. യഹൂദന്മാർ തക്കം നോക്കി ശിമയോൻ ദാവീദിൻ്റെ വംശജനാണെന്നും ഒരു ക്രൈസ്തവനാണെന്നും റോമൻ ഗവർണർ അറ്റിക്യൂസിനെ അറിയിച്ചു. അദ്ദേഹം ശിമയോനെ കുരിശിൽ തറയ്ക്കാൻ വിധിക്കുകയും ചെയ്തു. പതിവുള്ള മർദ്ദനങ്ങൾക്ക് ശേഷം ശിമയോൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു. 43 വർഷം ശിമയോൻ ജെറൂസലേം മെത്രാനായിരുന്നു. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും.